ഇത്തവണത്തെ ശിവഗിരി തീർത്ഥാടന സമ്മേളന വേദികൾ പല വിധത്തിലുള്ള ചർച്ചകൾക്കും അഭിപ്രായങ്ങൾക്കുമുള്ള വേദികളായി മാറുന്നതാണ് നാം കണ്ടത്. ശ്രീനാരായണ ഗുരു ദൈവമാണോ അല്ലയോ, അതോ വിപ്ലവകാരിയാണോ, സനാതന ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടിരുന്നതാണോ, ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരായി പടപൊരുതിയിരുന്ന ആൾ മാത്രമായിരുന്നോ എന്നിങ്ങനെയൊക്കെയുള്ള വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ചർച്ചയായ മറ്റൊരു വിഷയമായിരുന്നു ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തുന്ന സമയത്ത് പുരുഷന്മാർ ഷർട്ട് ധരിക്കണമോ വേണ്ടയോ എന്നുള്ളത്. ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെ ഷർട്ടൂരിയുള്ള ദർശനം പാടെ ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ശിവഗിരി മഠാധിപതിയായ സ്വാമി സച്ചിദാനന്ദയുടെ അഭിപ്രായം. സമ്മേളനവേദിയിൽ സ്വാമി ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ വേദിയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സച്ചിദാനന്ദ സ്വാമിയുടെ ഈ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് പിന്നീട് സംസാരിക്കുകയും ചെയ്തു. ഉടുപ്പഴിച്ചുകൊണ്ട് മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനാവൂ എന്ന ആ നിർബന്ധിത ബുദ്ധി തിരുത്തിയേ മതിയാകുമെന്ന സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായത്തെ സാംസ്കാരിക രംഗത്ത് ഉള്ളവരടക്കം സമൂഹത്തിലെ നാനാ തുറകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ക്ഷേത്രാചാരങ്ങളിൽപ്പെടുന്ന ഷർട്ട് ഒഴിവാക്കിയുള്ള ക്ഷേത്ര ദർശനം അങ്ങനെ തന്നെ തുടരണമെന്നും ക്ഷേത്രാചാരങ്ങൾക്ക് ഭംഗം വരുത്തരുതെന്നും അഭിപ്രായമുള്ളവർ ഇപ്പോഴുമുണ്ട് ഇവിടെ. അതിൻ്റെ ഭാഗമാണ് NSS പ്രസിഡന്റ് സുകുമാരൻ നായർ ക്ഷേത്രത്തിൽ ഷർട്ടൂരിൽ തന്നെ വേണം കയറാനെന്ന അഭിപ്രായവുമായി ഇപ്പോൾ രംഗത്ത് വരുന്നത്. മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനത്തിലാണ് ഇങ്ങനെയൊരു അഭിപ്രായം സുകുമാരൻ നായർ തൊടുത്തുവിട്ടത്. ഇതൊരിക്കലും മന്നത്ത് പത്മനാഭൻ്റെ അഭിപ്രായമല്ല എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന അയിത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെ നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതിൻ്റെ ഭാഗമായിരുന്നു മന്നത്തിൻ്റെ നേതൃത്വത്തിൽ പണ്ട് മിശ്രഭോജനം പോലും നടത്തിയത്. യഥാർത്ഥത്തിൽ പുരോഗമന ചിന്തകളുടെ ഒരു വിളനിലമായ ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ഷർട്ട് ഊരിയുള്ള ക്ഷേത്ര ദർശനം ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. ഇവിടെ നവോത്ഥാനപരമായിട്ടുള്ള ആഹ്വാനങ്ങൾക്ക് മുന്നിൽ നിന്ന ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ജാതിക്കും വർണ്ണത്തിനും അതീതമായി നിരവധിയായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം ലഭ്യമാക്കിയതുമാണ്. അതിനുശേഷവും കാലാനുസൃതമായിട്ടുള്ള നിരവധി മാറ്റങ്ങൾക്ക് ഈ കേരളം സാക്ഷിയായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അനാചാരങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി ഈ ഉടുപ്പഴിച്ചുള്ള ക്ഷേത്രപ്രവേശനം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പണ്ടുകാലങ്ങളിൽ മേൽമുണ്ട് ധരിക്കുന്നത് ഒരു ആഢ്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും ചിഹ്നമായിരുന്നു. ഇപ്പോഴും അധികാരവർഗങ്ങൾ പങ്കെടുക്കുന്ന പല പൊതു ഇടങ്ങളിലും ഈ മേൽമുണ്ട് ധരിക്കുന്നുമുണ്ട്. ഇപ്പോൾ പുതുതായി കേരള ഗവർണറായി അധികാരമേറ്റ രാജേന്ദ്ര വിശ്വനാഥിൻ്റെ ആ സ്ഥാനാരോഹണ ചടങ്ങിൽ പോലും അദ്ദേഹം ധരിച്ച ഷർട്ടിൻ്റെ മുകളിലായി ഒരു മേൽമുണ്ട് കൂടി ഇട്ടിരുന്നത് അധികാരത്തിൻ്റെ മറ്റൊരു ചിഹ്നം കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തെ കാണാൻ പോകുമ്പോൾ ഒരു തരത്തിലുമുള്ള പ്രമാണിത്വം കാണിക്കാതെ സാധാരണക്കാരനായി പോകുന്നതിനായിരുന്നു ഷർട്ട് ഊരുവാൻ പറഞ്ഞിരുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇന്ന് നാം ധരിക്കുന്ന ചുരിദാറും ഷർട്ടുമൊക്കെ അടങ്ങുന്ന വസ്ത്രങ്ങൾ അത് പ്രമാണിത്വത്തിൻ്റെ ഭാഗമല്ല. അതിനാൽ ഇവ ധരിച്ചുകൊണ്ട് ക്ഷേത്ര പ്രവേശനമാകാം എന്ന് പറയുമ്പോൾ ക്ഷേത്ര ദർശനത്തിലൂടെ ശരീരവും മനസ്സും ഒന്നാകുമെന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായി ദൈവ ചൈതന്യത്തിൽ നിന്ന് പോസിറ്റീവ് എനർജി ശരീരത്തിലേക്ക് നേരിട്ട് എത്തുവാനാണ് പണ്ട് മേൽവസ്ത്രം അഴിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നത്രേ. ഓരോ ക്ഷേത്രങ്ങളിലും അവിടെയുള്ള ചട്ടങ്ങൾ അവിടെയുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കണം. എങ്കിൽ പോലും ഉടുപ്പഴിച്ചുള്ള ഈ ആരാധനാ രീതി വളരെ അവഹേളനവും ഔചിത്യബോധവും ഇല്ലായ്മയുമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാലോചിതമായിട്ടുള്ള മാറ്റം ഉണ്ടായേ തീരൂ. അതിന് ഇവിടെയുള്ള സമുദായ സംഘടനകൾ ഒരു തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ SNDPയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം ആകാമെന്ന തീരുമാനം അവർ നേരത്തെ തന്നെ നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളതുമാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ അനാചാരത്തിനെതിരായി നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ്. എന്നാൽ SNDPയുടെ നേരത്തെ എടുത്ത ഈ തീരുമാനം എത്ര ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ വരെ നടപ്പിലാക്കിയെന്നത് ഒരു ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവിടെ എടുത്തു കാണേണ്ട മറ്റൊരു സംഗതി, ക്ഷേത്രാചാരങ്ങളെല്ലാം തന്നെ അങ്ങനെ തന്നെ നിലനിർത്തണമെന്ന് വാദിക്കുന്ന RSS എന്ന സംഘടനയുടെ കീഴിലുള്ള വിശ്വഹിന്ദു പരിഷത്ത് നേതൃത്വം നൽകുന്നൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് എറണാകുളം നഗരത്തിലുള്ള പാവക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം. അവിടെ പുരുഷന്മാർക്ക് ഷർട്ട് ധരിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രപ്രവേശനമാകാമെന്നുള്ളത് എത്രയോ നാളുകൾക്ക് മുമ്പ് അവർ തീരുമാനമെടുത്ത് നടപ്പിൽ വരുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ RSSും പരിവാർ സംഘടനകളും ഇങ്ങനെ വസ്ത്രം മാറിയുള്ള ക്ഷേത്ര ദർശനം അത് അനാചാരത്തിൻ്റെ ഭാഗമാണെന്ന് അഭിപ്രായമുള്ളവരാണ്. കേരളത്തിലുള്ള ഹിന്ദു സമൂഹത്തിലെ പ്രബല സമുദായമായിട്ടുള്ള
SNDPയും ശിവഗിരി മഠവും RSSും ഒക്കെ ഇങ്ങനെ മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഈ ആചാരരീതി അവസാനിപ്പിക്കണമെന്ന അഭിപ്രായം ഉയർത്തുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കൈപ്പടിയിൽ വെച്ചിട്ടുള്ള കേരള സർക്കാരിനും പലതും ചെയ്യുവാനുണ്ടിവിടെ. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ അനാവശ്യ ആചാരരീതി അവസാനിപ്പിക്കുവാൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതായിരിക്കുന്നു. ഇപ്പോഴും കേരളത്തിലുള്ള 5 ദേവസ്വം ബോർഡുകൾ ഇന്നേവരെ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നും ഇപ്പോഴത്തെ ഷർട്ട് ധരിച്ചുള്ള ഈ ക്ഷേത്രപ്രവേശനം വേണമെന്ന തീരുമാനം വേണമെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ നിരന്തരമായിട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നും ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള VN വാസവൻ്റെ ആ അഭിപ്രായം ഈ വിഷയത്തെ ലഘൂകരിച്ച് കാണുവാനുള്ള അഭിപ്രായമായിട്ടേ കാണുവാൻ സാധിക്കൂ. കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു വിശ്വാസികളുടെ അഭിപ്രായത്തെ മാനിച്ച് സർക്കാർ ഒരു തീരുമാനമെടുക്കുകയും ആരാധനാലയങ്ങൾ വിശ്വാസികൾക്ക് സ്വതന്ത്രമായും സ്വകാര്യമായും ഇടപെടുവാനുള്ള ഇടങ്ങളാക്കി മാറ്റുകയും വേണം. ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ആരാധന നടത്തുവാൻ വിശ്വാസികൾക്ക് കഴിയണം. ആധുനിക പൗരസമൂഹത്തിൽ വിശ്വാസത്തിനുള്ളതാണെങ്കിലും അതിൽ യുക്തി കണ്ടെത്തുക എന്നുള്ളതാണ് കാലം ആവശ്യപ്പെടുന്നത്. അതിനാൽ മാറ്റം അനിവാര്യമാണെന്ന ആ വാക്കിന് തന്നെയാവട്ടെ ഇനിയുള്ള പ്രഥമ പരിഗണന.